കുറച്ച് വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് റീ റിലീസുകൾ അല്ലെ. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ നിരവധി സിനിമകൾ ഇതിനകം തന്നെ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. ഒരു കാലത്ത് റിലീസ് ചെയ്ത് വൻ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങളും അപ്രതീക്ഷിതമായിട്ട് പരാജയം നേരിട്ട സിനിമകളും ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ മലയാളത്തിലൊരു സിനിമ കൂടി റീ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഛോട്ടാ മുംബൈയാണ് റീ റിലീസ് ചെയ്യുന്നത്. ഛോട്ടാ മുംബൈ തിയേറ്ററുകളിൽ എത്തുന്നുവെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. മണിയൻ പിള്ള രാജുവിന്റെ മകൻ നിരഞ്ജന്റെ കമന്റിലൂടെയാണ് ഇക്കാര്യം പ്രേക്ഷകർ അറിഞ്ഞത്. മണിയൻ പിള്ള രാജുവാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ ഛോട്ടാ മുംബൈയുടെ റീ റിലീസ് തീയതികളുടെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. മെയ് 21-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു എന്നാണ് വിവരം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ് എന്നീ സിനിമകൾക്ക് ശേഷം മോഹൻലാലിൻ്റെതായി റീ റിലീസ് ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ് ഛോട്ടാ മുംബൈ. റിപ്പോർട്ടുകൾ പ്രകാരം മലയാളം റീ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ദേവദൂതനാണ്. 5.4 കോടി രൂപയാണ് കളക്ഷൻ. മണിച്ചിത്രത്താഴ് 4.4 കോടിയും സ്ഫടികം 4.82 കോടിയും നേടി. ഛോട്ടാ മുംബൈ എത്ര നേടുമെന്നറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തലയ്ക്കായുള്ള മോഹൻലാലിന്റെ നിറഞ്ഞാട്ടം വീണ്ടും തിയേറ്ററിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതേസമയം തുടരുമെന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം മികച്ച പ്രതികരണം കാഴ്ചവെച്ച് മുന്നേറുകയാണ്.